നമ്മളിന്ന് രണ്ട് ഫാന് ഇതിനു വേണ്ടി ഒരു കമ്പാരിസൺ നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഒരു ഇൻഡക്ഷൻ സാധാരണ നോർമൽ ഫാനും ഒരു BLDCൻ്റെ ഫാനും. ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമമാണ്, BLDC എന്നുള്ളതിൻ്റെ. അപ്പോൾ എന്താണ് ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇനി എത്രത്തോളം കറണ്ട് നമുക്ക് ഇതും വെച്ച് കഴിഞ്ഞാൽ സേവ് ആകും എന്നുള്ളതും കൂടി ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. കാരണം നോർമൽ ഫാന് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കറണ്ട് പോകും, അതുപോലെ തന്നെ നമ്മൾ BLDC ഫാന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് കറണ്ട് ചാർജ് വരും നമുക്ക് നോക്കാം. ഈ ഒരു ഫാന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 70 മുതൽ 100 വാട്ട്സ് വരെ ഈ ഒരു ഫാന് കറണ്ട് എടുക്കും. ഇനി BLDCയിലേക്ക് വരുന്നതാണെങ്കിൽ 26 മുതൽ 35 വാട്ട്സ് വരെയാണ് ഈ ഒരു BLDC എടുക്കുക. അപ്പം നമുക്ക് ഇത് ടോട്ടൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് വെക്കുന്നതിനേക്കാൾ ലാഭം ഇതാണ്. കാരണം 60% ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ചാർജ് ലാഭമുണ്ട്. ചെറിയൊരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫാന് ഉണ്ടാക്കി തന്നെ നമ്മൾ ഇലക്ട്രോണിക്കൽ സർക്യൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഫാനിൻ്റെ പരിപാടി. അതായത് ഒരുപാട് ഇലക്ട്രോണിക്കൽ കമ്പോണൻറ്റുകൾ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവം നമുക്ക് ഇതിൻ്റെ ലൈഫ് കുറച്ച് കുറയും. നമുക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടോന്ന് അറിയില്ല, ഈ BLDC ഫാന് പെട്ടെന്ന് അടിച്ചു ഒരു ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്തിട്ട് ഈ ഫാന് കച്ചറായി പോകാനുള്ള സാധ്യത. ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതർവൈസ് ഉണ്ടല്ലോ, നമുക്ക് ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനർജി സേവിങ് തീർച്ചയായും ഈ ഒരു ഫാന് നമുക്ക് തരും.